കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നടൻ രമേശ് പിഷാരടിക്കെതിരെ 2020 സ്ഥാനാർത്ഥിയെ അഖിൽ മാരാർ. സ്വന്തം കാര്യം നോക്കുന്ന രമേശ് പിഷാരടി രാഷ്ട്രീയത്തിൽ യോഗ്യനല്ലെന്ന് അഖിൽ മാരാർ പറയുന്നു. പിഷാരടിയും അഖിൽമാരും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് വാദിച്ച് അഖിലും കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തു. പിഷാരടി നാളിന്ന് വരെ ഒരു ജനകീയ വിഷയങ്ങളും നേരിട്ട് ഇടപെട്ടിട്ടില്ല. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല. പൊതുപ്രവർത്തന ഭാഗമായി ഒരു കേസിൽ പോലും പ്രതിയായിട്ടില്ല. സ്വന്തം കാര്യം നോക്കി കോടികൾ സമ്പാദിച്ച് ജീവിതം കുടുംബവും സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം കോൺഗ്രസിന്റെ സീറ്റായി തന്നിൽ മത്സരിക്കാം, ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ് വീണ്ടും അധികാരം കിട്ടാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയിൽ MLA ആയി മാറി ഒരേ സമയം മമ്മൂക്കിയുടെ താല്പര്യം അതേസമയം ആന്റോ ജോസഫിന്റെ താല്പര്യം സംരക്ഷിച്ച് സിനിമാ മേഖലയിൽ തുടർന്ന് സജീവമായി പോകാനുള്ള ശ്രമം. ലാഭം അല്ലാതെ പിഷാടിക്ക് യാതൊരു നഷ്ടവും ഈ തീരുമാനം കൊണ്ട് വരില്ല. അതേസമയം CPMന് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് കോൺഗ്രസ്സുകാരന് ഒരു സീറ്റ് പിടിച്ചുകൊടുക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് ആ പാർട്ടിയുടെ ഉണ്ടെന്ന് കരുതാം. അതിപ്പോൾ കാശ് കൊടുത്ത് MLA ആവാനാണോ പോയത് എന്നുണ്ട്. ഷാഫി പറമ്പിൽ പിഷാടിക്ക് വിറ്റ പാലക്കാട് സീറ്റ് തോൽക്കും എന്ന് തോന്നുമ്പോൾ CPM എവിടെ BJPയുമായി ഡീൽ ചെയ്തു വെച്ചെന്ന് പറയാൻ നാണമില്ലേ എന്ന ചോദ്യം മാത്രം. ഇനി അഖിൽ മാരാർ 2012 മുതൽ രാഷ്ട്രീയ രംഗത്ത് സജീവം. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് നിരവധി സമരങ്ങൾ. അക്കാലത്ത് മാത്രം 13 കേസുകൾ. CPM ആക്രമണത്തിൽ തല തകർപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരൻ. സ്വതന്ത്രനായി ഇടതുകോട്ടയിൽ മത്സരിച്ച് 1500 വോട്ടുകളിൽ പിടിക്കുകയും തുടർന്ന് കൊട്ടാരക്കലെ പ്രാദേശിക വിഷയങ്ങളിൽ സജീവമായ ഇടപെടൽ. CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതി. 2 തവണ വധശ്രമത്തിന് ഇരയായ വാദി. സിനിമ എഴുതി സംവിധാനം ചെയ്തും കേരള രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്ന ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധിക്ഷേപിക്കുന്ന ഒരു താത്വിക അവലോകനം. നിരവധി ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകൻ. ബിഗ് ബോസിൽ പോകും മുമ്പ് സമ്പാദ്യം ശൂന്യം. വീടില്ല. സ്വന്തമായി ആകെ ഉള്ളത് കൂട്ടുകാരൻ ലോണിട്ട് എടുത്തുകൊടുത്ത ഒരു വാഹനം മാത്രം. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഭാര്യയും 2 പെൺകുഞ്ഞിനെ നോക്കാൻ ബിഗ് ബോസിൽ പോയി ജയിക്കും എന്ന് കരുതിയല്ല, കിട്ടുന്ന ശമ്പളം കൊണ്ട് കടം തീർക്കും എങ്കിലും ഗുണം ചെയ്യട്ടെ എന്ന് കരുതി മാത്രം. ജയിച്ചു വന്ന ശേഷം ലാഭനഷ്ടങ്ങൾ നോക്കി മിണ്ടാതിരുന്നില്ല. നാടിനു വേണ്ടി സൈതന്യം സംസാരിച്ചു. പിണറായി വിജയനെയും സർക്കാരിനെയും ശക്തമായ ഭാഷയിൽ എതിർത്തു. ജനകീയ സമരങ്ങളിൽ പേരിട്ട് പങ്കെടുത്തു. വീണ്ടും കേസിൽ പ്രതിയായി.